ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഒഡീഷ സന്ദർശിക്കും. സ്വദേശി 4G നെറ്റ്വർക്ക് ഉൾപ്പെടെ വിവിധ പദ്ധതികൾ രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഏകദിന സന്ദർശനത്തിനായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ, കേന്ദ്ര സഹമന്ത്രിമാരായ L. മുരുകൻ, ജോർജ് കുര്യൻ എന്നിവർ ഇന്ന് കേരളത്തിൽ. കൊല്ലത്ത് മാതാ അമൃതാനന്ദമയിയുടെ 72ാം ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുക്കും. കേരളത്തിൽ ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ടൂറിസവും സുസ്ഥിര പരിവർത്തനവും എന്ന പ്രമേയവുമായി ഇന്ന് ലോക ടൂറിസം ദിനം. ഏഷ്യ കപ്പിലെ അവസാന സൂപ്പർ 4 മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് വിജയം. ഇന്ത്യ-പാക് ഫൈനൽ പോരാട്ടം നാളെ. 12ാമത് ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഒഡീഷ സന്ദർശിക്കും. ഒഡീഷയിലെ ജാർസുഗുഡയിൽ 60,000 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും. പൊതുസമ്മേളനത്തെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യും. ടെലികോം കണക്ടിവിറ്റി മേഖലയിൽ സ്വദേശി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഏകദേശം 37,000 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച 97,500-ലധികം മൊബൈൽ 4G ടവറുകൾ പ്രധാനമന്ത്രി കമ്മീഷൻ ചെയ്യും. ഇതിൽ BSNL കമ്മീഷൻ ചെയ്ത 92,600-ലധികം 4G സാങ്കേതിക സൈറ്റുകളും ഉൾപ്പെടുന്നു. തിരുപ്പതി, പാലക്കാട്, ഭിലായ്, ജമ്മു, ധാർവാഡ്, ജോധ്പൂർ, പട്ന, ഇൻഡോർ എന്നിവിടങ്ങളിലായി ഏകദേശം 11,000 കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിക്കുന്ന 8 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ വികസനത്തിന് പ്രധാനമന്ത്രി തറക്കല്ലിടും. അന്ത്യോദയ ഗൃഹ യോജനയ്ക്ക് കീഴിലുള്ള 50,000 ഗുണഭോക്താക്കൾക്കുള്ള അനുമതി പത്രങ്ങൾ ശ്രീ നരേന്ദ്രമോദി ചടങ്ങിൽ വിതരണം ചെയ്യും. അലഹാബാദ് ഹൈക്കോടതിയിലേക്ക് 24 ജഡ്ജിമാരെ നിയമിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഹിമാചൽ പ്രദേശ് ഹൈക്കോടതിയിലേക്ക് 2 ജഡ്ജിമാരെയും കർണാടക ഹൈക്കോടതിയിലേക്ക് 1 സ്ഥിരം ജഡ്ജിനെയും 3 അഡീഷണൽ ജഡ്ജിമാരെയും നിയമിച്ചിട്ടുണ്ട്. UN സുരക്ഷാ കൌൺസിലിന്റെ സമഗ്ര പരിഷ്കരണത്തിനായുള്ള കൂട്ടായ ആഹ്വാനം ബ്രിക്സ് ശക്തിപ്പെടുത്തണമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. UN പൊതുസഭയുടെ 80ാമത് സമ്മേളനത്തോടനുബന്ധിച്ച് ന്യൂയോർക്കിൽ ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക ഡയലോഗ് ഫോറം മന്ത്രിമാരുടെ യോഗത്തിലും ശ്രീ ജയശങ്കർ അധ്യക്ഷത വഹിച്ചു. ജനുവരി 20 മുതൽ സെപ്റ്റംബർ 25 വരെ അമേരിക്കയിൽ നിന്ന് 2,417 ഇന്ത്യക്കാരെയാണ് മടക്കി അയച്ചതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീപ് ജയ്സ്വാൾ വിഷയം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരുന്നതായും അദ്ദേഹം പറഞ്ഞു. With regard to H-1B, Ministry and our embassy in Washington, D.C. have been in active touch with the U.S. administration. Subsequent to that, clarifications and FAQs were issued by the U.S. side as to how it's going to play out. This is still an evolving situation and we remain engaged at various levels. Skill, talent, mobility and exchanges between India and the United States have contributed significantly to innovation, wealth creation, economic growth, competitiveness, productivity in the two economies. റഷ്യൻ സേനയിൽ അവസരം വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പുകൾക്ക് നേരെ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും ശ്രീ ജയ്സ്വാൾ പറഞ്ഞു. ആൻഡമാൻ കടലിൽ പ്രകൃതിവാതകം കണ്ടെത്തിയതായി കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. മേഖലയിൽ പ്രകൃതിവാതകം സമ്പുഷ്ടമാണെന്ന ദീർഘകാല വിശ്വാസത്തെ സ്ഥിരീകരിക്കുന്നതാണ് കണ്ടെത്തൽ. ആൻഡമാൻ ദ്വീപുകളുടെ കിഴക്കൻ തീരത്ത് നിന്ന് 9.20 നോട്ടിക്കൽ മൈൽ അകലെ ശ്രീ വിജയപുരത്താണ് പ്രകൃതിവാതകം കണ്ടെത്തിയതെന്ന് ശ്രീ പുരി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. കാക്കിനഡയിൽ നടത്തിയ പരിശോധനയിൽ വാതകം 87% മീഥേനാണെന്ന് കണ്ടെത്തിയതായും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. നാഷണൽ വൺ ഹെൽത്ത് മിഷന്റെ പുരോഗതി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ ഇന്നലെ ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യത്തിന്റെ പരസ്പര ബന്ധം തിരിച്ചറിയുന്നതിൽ NOHMന്റെ പങ്ക് അദ്ദേഹം എടുത്തുകാട്ടി. NOHM വഴി വിവിധ വകുപ്പുകൾ നടത്തുന്ന ഏകോപിത ശ്രമങ്ങൾ മികച്ച ഫലങ്ങൾ സൃഷ്ടിക്കുന്നതായും ശ്രീ നഡ്ഡ അഭിപ്രായപ്പെട്ടു. ഏകദിന സന്ദർശനത്തിനായി കേരളത്തിലെത്തുന്ന കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ, കേന്ദ്ര സഹമന്ത്രിമാരായ L. മുരുകൻ, ജോർജ് കുര്യൻ എന്നിവർ ഇന്ന് കൊല്ലത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. മാതാ അമൃതാനന്ദമയിയുടെ 72ാം ജന്മദിനാഘോഷ പരിപാടിയുടെ ഭാഗമായി വള്ളിക്കാവ് അമൃത വിശ്വ വിദ്യാപീഠം ക്യാമ്പസിലെ അമൃതവർഷം പരിപാടിയിൽ സംബന്ധിക്കും. കൊല്ലത്ത് ചേരുന്ന BJP സംസ്ഥാന സമിതി യോഗത്തിലും മന്ത്രിമാർ പങ്കെടുക്കും. പാർട്ടി ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ യോഗം ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
കേരളത്തിൽ ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. എറണാകുളം മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ ഒഡീഷയിലെ വിവിധയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. 17 ജില്ലകളിലെ കളക്ടർമാരോട് ജാഗ്രത തുടരാനും അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ തയ്യാറായിരിക്കാനും മുഖ്യമന്ത്രി മോഹൻ ചരൺ മാഞ്ചി നിർദ്ദേശിച്ചു. പൊതുസേവനവും സദ്ഭരണവും മുഖമുദ്രയാക്കി കേന്ദ്ര സർക്കാർ ഇന്ത്യയുടെ സാംസ്കാരിക അഭിമാനത്തെ പുനരുജ്ജീവിപ്പിച്ചതിനെക്കുറിച്ചാണ് ആകാശവാണിയുടെ പ്രത്യേക പരമ്പരയായ സേവാ പർവിൽ ഇന്ന്. വിദേശത്ത് നിന്ന് മോഷ്ടിക്കപ്പെട്ട വിഗ്രഹങ്ങളും അമൂല്യ വസ്തുക്കളും തിരികെ കൊണ്ടുവരുന്നത് മുതൽ വളരെ കാലമായി നഷ്ടപ്പെട്ട പുരാവസ്തുക്കൾ പുനഃസ്ഥാപിക്കുന്നതുവരെ നിരവധി പ്രവർത്തനങ്ങളാണ് രാജ്യത്തിന്റെ സാംസ്കാരിക പുനരുജ്ജീവനത്തിനായി കേന്ദ്രം നടത്തിയത്. പൈതൃകം വെറും ചരിത്രമല്ല, അത് മനുഷ്യത്വത്തിന്റെ പങ്കുവയ്ക്കപ്പെട്ട അറിവാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. आज का भारत अपने इतिहास पर गर्व करता है. बीते एक दशक में हमने देश की धरोहरों के संरक्षण पर मिशन मोड में काम किया है. देश की एंशिएंट स्टैच्यूज और आर्टिफैक्ट्स जिन्हें चुराकर विदेशों में बेच दिया गया था, उन्हें वापस लाया गया है. हेरिटेज केवल हिस्ट्री नहीं बल्कि ह्यूमैनिटी की एक साझी चेतना है. 2014 മുതൽ മോഷ്ടിക്കപ്പെട്ട 642 പുരാവസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒരിക്കൽ വിദേശത്തേക്ക് കടത്തപ്പെട്ട പുരാവസ്തുക്കളിൽ പലതും ഇപ്പോൾ നയതന്ത്ര മാർഗങ്ങളിലൂടെയും നിയമ നടപടികളിലൂടെയും സാംസ്കാരിക സഹകരണത്തിലൂടെയും തിരിച്ചെത്തിച്ചു വരികയാണ്. ഇന്ന് ലോക ടൂറിസം ദിനം. 1980-ൽ ഐക്യരാഷ്ട്രസഭയുടെ വേൾഡ് ടൂറിസം സംഘടനയാണ് സെപ്റ്റംബർ 27 ലോക ടൂറിസം ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. സമൂഹത്തിൽ ടൂറിസത്തിന്റെ പങ്കിനെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. യാത്ര, സംസ്കാരം, സാമ്പത്തിക വളർച്ച, സുസ്ഥിര വികസനം എന്നിവയെ പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ദിനം ഓർമ്മിപ്പിക്കുന്നു. ടൂറിസവും സുസ്ഥിര പരിവർത്തനവും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ലോക ടൂറിസം ദിനത്തിന്റെ ഭാഗമായി കേന്ദ്ര ടൂറിസം മന്ത്രാലയം, കൊച്ചി ഓഫീസും കണ്ണൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ശുചീകരണ യജ്ഞം ഇന്ന് രാവിലെ 8:30 കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ നടക്കും. അതേസമയം കോഴിക്കോട് നഗരത്തെ ആഗോള വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷനാക്കാൻ ആരംഭിക്കുന്ന ക്യാമ്പയിൻ മന്ത്രി PA മുഹമ്മദ് റിയാസ് ഇന്ന് വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും. ടൂറിസത്തെ കൂടുതൽ താങ്ങാനാവുന്നതാക്കി മാറ്റുന്നത് ലക്ഷ്യമിട്ട് ഗണ്യമായ നികുതി ഇളവുകളാണ് പുതിയ GST പരിഷ്കാരങ്ങൾ പ്രകാരം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്. പ്രതിദിനം 7,500 രൂപയിൽ താഴെയുള്ള ഹോട്ടൽ മുറികളുടെ GST 12% നിന്ന് 5% കുറച്ചു. ആഭ്യന്തര ടൂറിസം വർദ്ധിപ്പിക്കാനും അന്താരാഷ്ട്ര സന്ദർശകരെ ആകർഷിക്കാനുമുള്ള നീക്കമാണിത്. പൈതൃക ടൂറിസം, ഹോം സ്റ്റേകൾ, ഇക്കോ ടൂറിസം സർക്യൂട്ടുകൾ എന്നിവയുടെ വളർച്ചയെ ഇത് സഹായിക്കും. ഏഷ്യാകപ്പിലെ അവസാന സൂപ്പർ 4 മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് വിജയം. സൂപ്പർ ഓവറിൽ ശ്രീലങ്ക ഉയർത്തിയ 3 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ അനായാസം മറികടന്നു. ഇന്ത്യ ഉയർത്തിയ 203 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റേന്തിയ ശ്രീലങ്ക 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 202 റൺസാണ് എടുത്തത്. നാളെ ദുബായിലാണ് ഇന്ത്യ പാക് ഫൈനൽ. രാത്രി 8 മണിക്കാണ് മത്സരം. 12ാമത് ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ തുടക്കമാകും. 9 ദിവസത്തെ ചാമ്പ്യൻഷിപ്പിൽ 186 ഇനങ്ങളിൽ മത്സരങ്ങൾ നടക്കും. 100-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 1000-ലേറെ കായിക താരങ്ങൾ പങ്കെടുക്കും. ചാമ്പ്യൻഷിപ്പ് അടുത്ത മാസം 5-ന് അവസാനിക്കും. സേവാ പർവിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയെക്കുറിച്ചുള്ള പ്രത്യേക ചർച്ച ഇന്നും നാളെയും ഉച്ചകഴിഞ്ഞ് 3:30 പ്രക്ഷേപണം ചെയ്യും. വിഴിഞ്ഞം ICAR സെൻട്രൽ മെറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ സൂര്യ S സംസാരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഒഡീഷ സന്ദർശിക്കും. സ്വദേശി 4G നെറ്റ്വർക്ക് ഉൾപ്പെടെ വിവിധ പദ്ധതികൾ രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഏകദിന സന്ദർശനത്തിനായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ, കേന്ദ്ര സഹമന്ത്രിമാരായ L മുരുകൻ, ജോർജ് കുര്യൻ എന്നിവർ ഇന്ന് കേരളത്തിൽ. കൊല്ലത്ത് മാതാ അമൃതാനന്ദമയിയുടെ 72ാം ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുക്കും. കേരളത്തിൽ ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ടൂറിസവും സുസ്ഥിര പരിവർത്തനവും എന്ന പ്രമേയവുമായി ഇന്ന് ലോക ടൂറിസം ദിനം. ഏഷ്യാകപ്പിലെ അവസാന സൂപ്പർ 4 മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് വിജയം. ഇന്ത്യ പാക് ഫൈനൽ പോരാട്ടം നാളെ. 12ാമത് ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.